Hi dear friends, welcome to Happy Life TV. ലൈംഗികത ആനന്ദകരമായി ചെയ്യുവാൻ നമുക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. ലൈംഗികത ഒരിക്കലും യാന്ത്രികമാകരുത് എന്നുള്ളതാണ്. യാന്ത്രികമാകരുത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ഒരേ സ്റ്റൈൽ, ഒരേ മോഡൽ, ഒരേ പൊസിഷൻ, ഒരേ സ്ഥലം, അങ്ങനെ മടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു ഫോർമുല തന്നെ, ട്രൈഡ് ഫോർമുല തന്നെ അപ്ലൈ ചെയ്ത് അത് തന്നെ വീണ്ടും 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 ആകുന്ന സമയത്ത് രണ്ടുപേർക്കും സെക്സ് മടുത്തു പോകും. ഒരുപക്ഷെ അത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇത് പറഞ്ഞുകൊള്ളണമെന്നില്ല, പക്ഷെ ഉള്ളിൽ അതിൻ്റേതായിട്ടുള്ള ഒരു റെഫ്യൂസ്, ഒരു നീരസം ഉണ്ടായിരിക്കും. അപ്പോൾ വ്യത്യസ്തമായ പൊസിഷനുകൾ, ആരോഗ്യകരമായ വ്യത്യസ്തമായ പൊസിഷനുകൾ, വ്യത്യസ്തമായ സ്ഥലങ്ങൾ, വ്യത്യസ്തമായ രീതികൾ, ഇതൊക്കെ വ്യത്യസ്തമായ അപ്രോച്ചുകൾ, ഇതൊക്കെ ലൈംഗികതയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇന്നത്തെ പുതിയൊരു രീതി, നാളെ വേറെ, അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, ബെഡ്റൂമിൻ്റെ സ്റ്റൈൽ ഇടയ്ക്ക് കട്ടിലൊന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട്, അലമാര ഒന്ന് പിടിച്ച് ഇങ്ങോട്ടിട്ട്, അതിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി, അങ്ങനെ വ്യത്യസ്തതകൾ നമുക്കുണ്ടാകാവുന്നതാണ്. അതേപോലെ തന്നെ ബെഡിൽ കിടന്നുള്ള സെക്സിന് പുറമെ ചില ദിവസങ്ങളിൽ ഫ്ലോറിൽ വിരിച്ചുകൊണ്ട് അങ്ങനെയാവാം. ഇനി പറ്റുന്ന സൗകര്യമുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള റൂമുകളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ ആ വീടിൽ അതൊക്കെ പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രധാനമായ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇണക്കിഷ്ടമില്ലാത്ത പൊസിഷനുകളോ ഇണക്കിഷ്ടമില്ലാത്ത രീതികളോ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് ഒരിക്കലും ഗുണകരമാവില്ല. അങ്ങനെയുള്ളൊരു കേസ് തന്നെ ഒരു തവണ നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. പെൺകുട്ടിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു പ്രത്യേകമായ വളരെ ഒരു വൾഗറായിട്ടുള്ളൊരു മോഡൽ തന്നെ സെക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവസാനം അതിൻ്റെ പേരിൽ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കേസ് ഒരു തവണ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് ഇഷ്ടമുള്ള രീതികളിൽ, അതാണായാലും പെണ്ണായാലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും രണ്ടുപേർക്കും ഇഷ്ടമുള്ള രീതികളും ഇഷ്ടമുള്ള ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഒരുപാട് സമീപനങ്ങളും രീതികളും നമ്മൾ കൊണ്ടുവരുന്നത് സെക്സ് ഒരു മടുപ്പുള്ള ഒരവസ്ഥയിൽ നിന്ന് കരകയറുവാൻ നമുക്ക് സഹായിക്കുന്നതായിരിക്കും. ഇവിടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ട്രൈഡ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിച്ച് വിജയിച്ച ആ ഒരു ഫോർമുല തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നതിൽ പുരുഷന്മാർ പൊതുവെ താല്പര്യം കാണിക്കുന്നു എന്നൊരു പഠനം പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അത് പലപ്പോഴും തുറന്നു പറയുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പറയുന്ന വിഷയത്തിൽ പലപ്പോഴും മടി കാരണമായിട്ട് അല്ലെങ്കിൽ ഭർത്താവ് എന്ത് വിചാരിക്കാമെന്നത് കാരണമായിട്ട് പലപ്പോഴും തുറന്നു പറയാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടുപേരും ഈ വിഷയത്തിലും ഒരു തുറന്ന സംസാരം ഉണ്ടാവുകയും എങ്ങനെയൊക്കെ ലൈംഗികത വ്യത്യസ്തമായ രീതിയിൽ, വെറൈറ്റി ആയ രീതിയിൽ, ആരോഗ്യകരമായ രീതിയിൽ ഇത് ചെയ്യാം എന്നതിനെക്കുറിച്ച് രണ്ടുപേരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയും അങ്ങനെ ഓരോ ദിവസവും ഈ പറഞ്ഞ രീതികളിലും പൊസിഷനുകളിലും സ്ഥലവും എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യസ്തത കൂടെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ മരവിപ്പ് അല്ലെങ്കിൽ സെക്സിലുണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു മടുപ്പ് നമുക്ക് ഒഴിവാക്കുകയും അത് ആനന്ദകരമാക്കി മാറ്റുവാനും നമുക്ക് കഴിയുന്നതായിരിക്കും. കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.